പിന്നെ ഇവർ പറയുന്ന ന്യായമാണ്, നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് പേടിക്കാനില്ലെന്ന്. ഇത് വെറും പറച്ചിൽ മാത്രമാണ്. ഇവർക്ക് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഫിലിയേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ടു പോകാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഈ അവസ്ഥ വരുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് തനിയെ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതേപോലെ ദില്ലിയിലുള്ള ബാങ്ക് വഴി മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുള്ളൂ, ബാക്കിയുള്ള ഒരു ബാങ്കും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നതാണ്, ഈ സ്ഥാപനങ്ങൾ കണക്കും കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ശരിയായ കണക്കുകളും കാര്യങ്ങളുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ ഒരു നിയമപ്രകാരമാണ്, ഭരണഘടന അനുശാസിക്കുന്ന നിയമപ്രകാരമാണ് കണക്കുകൾ സൂക്ഷിക്കുന്നതും ഓഡിറ്റുകളെല്ലാം നടത്തുന്നത്. അതെല്ലാം ആ സ്ഥാപനത്തിൽ ഉണ്ട്. പിന്നെ പറയുന്നത് കേൾക്കാം, ഇത് തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന്. ഈ വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് എല്ലാം വരുന്നത് ബാങ്കുകൾ വഴിയാണ്. ബാങ്കുകളിൽ അത് എല്ലാം റെക്കോർഡാകുന്നുണ്ട്. എവിടേക്ക് പോകുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, എല്ലാം ബാങ്കുകളിൽ റെക്കോർഡാകുന്നുണ്ട്. ബാങ്ക് വഴിയല്ലാതെ ഈ തുകകളൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു സംഭവം പറയുന്നത്, ബാങ്ക് വഴി അല്ലാതെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബാങ്ക് വഴിയല്ലാതെ ഈ സ്ഥാപനത്തിലേക്കൊന്നും ഒരു തുകയും വരുന്നില്ല. പിന്നെ പുതിയ നിയമപ്രകാരം ഇപ്പോൾ അനാഥാലയത്തിൻ്റെ ഇതാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് ഈ അനാഥാലയത്തിലേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ വിദേശത്തുള്ള സംഘടനകൾ അനാഥാലയത്തിലേക്ക് മാത്രമായിരിക്കും ഫണ്ട് കൊടുക്കുന്നത്, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ അനാഥാലയത്തിൻ്റെ ഇതിലായിരിക്കും ഫണ്ട് സ്വീകരിക്കുന്നത്. പിന്നീട് ഈ ഫണ്ട് വൃദ്ധസദനത്തിനും ഹോസ്പിറ്റലുകൾക്കും അതുപോലെ മറ്റ് ഇതര സ്ഥാപനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ അഫിലിയേഷൻ ക്യാൻസലാവുമെന്നാണ് പുതിയ നിയമത്തിലുള്ളത്. യഥാർത്ഥത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ടത്, വിദേശത്തു നിന്ന് ഒത്തിരി സ്വർണം കടത്തുന്നുണ്ട് വിമാനത്താവളം വഴി. ഈ സ്വർണം എവിടെ നിന്ന് കൊണ്ടുവരുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു, എങ്ങനെ എന്തിനു വേണ്ടി ഇത് ഇവരെ കൊണ്ടുവരുന്നു, ഇതെവിടേക്കൊക്കെയാണ് ഇതിൻ്റെ തുക പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ മയക്കുമരുന്ന് ബിസിനസ്സുകൾ വൻതോതിൽ നടക്കുന്നുണ്ട്. ഇതാണ് തീവ്രവാദ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് തടയേണ്ടത്. അതുപോലെ കുഴൽപ്പണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ കുഴൽപ്പണം ഒന്നും തടയാനായിട്ട് ഇതുവരെ സർക്കാരുകൾക്കായിട്ടില്ല. പലതരത്തിലുള്ള പണ ഇടപാടുകൾ ബാങ്കുകൾ വഴി അല്ലാതെ നടത്തുന്നുണ്ട്. ഇതാണ് തടയിടേണ്ടത്. അല്ലാതെ നിയമപ്രകാരമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെയല്ല പൂട്ടിടേണ്ടത്. അവർ സാമൂഹികമായ കർത്തവ്യങ്ങളാണ് നിർവഹിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക.